കളറും വ്യത്യാസം നോക്കിയാൽ പിന്നെ ഫുള്ളായിട്ട് സൈഡടിക്കാണ്. നല്ല പോളിഷായി കിടക്കണ്ടല്ലേ. അതായത് ഞങ്ങൾക്കൊന്നും പോളിഷൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബഫ് ചെയ്തിട്ട് അടിച്ചാൽ മതി. എൻ്റെ മേലെ കൂടെ പെയിൻ്റ് അടിച്ചേക്കെ. കളറ് പിന്നെ വലിയ വ്യത്യാസം തോന്നണില്ലല്ലേ. ഇതും അടിച്ചിട്ടുണ്ട്, ഈ ഡോർ അടിച്ചിട്ടുണ്ട്. ഓ ഈ സൈഡും ഫുള്ളായിട്ട് അടിച്ചു. ഇതെന്താ അടിക്കുമ്പോ പിരിയാഞ്ഞേ? മോഡൽ ഇന്നോവ റെഡ് കളർ വണ്ടിയായിരുന്നു, ചെറു റെഡ് വണ്ടിയായിരുന്നു. അതേ ഗാർണറ്റ് അടിച്ചത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആനന്ദ് അതിൻ്റെ വയറിങ് ഹാർനസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇൻഡിക്കേറ്റർ നമ്മുടെ ക്രോം ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വയറിങ് നമ്മൾ ഇതിൽ നിന്ന് ലൂപ്പ് ചെയ്യും. അതവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ സ്റ്റീരിയോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ. അപ്പോൾ മനസ്സത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വണ്ടി ഇന്ന് ഡെലിവറി ചെയ്യണം. ഇന്നിപ്പോൾ കാലത്ത് വൈകുന്നേരം ഡെലിവറി ഉള്ള വണ്ടിയാണ്. അപ്പോൾ സ്പോയിലറും കാര്യങ്ങളും അതേപോലെ തന്നെ സീറ്റ് സ്പോട്ടിയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. വാച്ച് ആപ്ലിക്കേഷൻ ഇപ്പോൾ നടത്തുന്നത്. റബ്ബിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഗാർനറ്റ് റെഡ് കളറ് കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ. ടൊയോട്ടയുടെ ഒരു കളറാണ് ഗാർനറ്റ് റെഡ്. സീറ്റൊക്കെ സ്പോട്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റീരിയോ സെറ്റിങ് കാര്യങ്ങളെല്ലാം അതെ നേരത്തെ നമ്മൾ ക്യാമറയും ടൈപ്പ് 4ൻ്റെ ക്യാമറയൊക്കെ ഇത് ഇവിടെ വെക്കേണ്ട കേട്ടോ നല്ലത്. ഇവിടെ ഇതേപോലെ വെക്കുന്നതാണ് നല്ലത് എപ്പോഴും. കാരണം ആ ബമ്പർ ചെറുതായിട്ട് കാണുകയും ചെയ്യും, ബാക്കായിട്ട് ഉള്ളിൽ കാണുകയും ചെയ്യും. സെൻസറും കാര്യങ്ങളെല്ലാം സെറ്റിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഡോർ പാഡ് നമ്മൾ ഈ ഒരു ഭാഗം കണ്ട പിയാനോ ബ്ലാക്ക് അടിച്ചു. അതേപോലെ തന്നെ ഈ ഒരു കളറിൻ്റെ കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും ഒരു ലെതർ ഫിനിഷിങ് മാതിരി തോന്നുന്ന ഒരു കളറ്. സ്റ്റിച്ചിങ്ങും അതേപോലുള്ള കളറിൽ തന്നെ നൂല് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സീറ്റ് നമ്മളുടെ എപ്പോഴും അടിക്കുന്ന ആ ഒരു മോഡലിലുള്ള സ്പോർട്ടി ടൈപ്പ് സീറ്റ്. എൻ്റെ തുട ഫുള്ളും കഴിഞ്ഞിട്ടില്ല, ഞാൻ എന്നാലും വൈകുന്നേരമായ വീഡിയോ എടുക്കുന്നതാണ്. സ്റ്റീരിയോ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആഡ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ ക്യാമറയുടെ ക്ലാരിറ്റി ഞാൻ കാണിച്ചു തരാം.
അടിപൊളി ക്ലാരിറ്റിയാണ്. ആ താഴേക്ക് ആക്കണമെങ്കിൽ ബമ്പറും ചെറുതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മളെല്ലാ വണ്ടിയിലും ചെയ്യണമാതിരി തന്നെ ഫ്രണ്ട് പ്രൊജക്ടർ, ബാക്ക് LED, ടെയിൽ ലൈറ്റ്, അതേപോലെ തന്നെ ടൈപ്പ് 4 കൺവേർഷൻ, ഗാർനറ്റ് റെഡ് അടിച്ചിട്ടാണ് ഈ വണ്ടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 120ൻ്റെ പാക്കേജ് പ്ലസ് ഇതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 8000 രൂപയുടെ അടുത്ത് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. പാച്ച് വർക്ക് ഡെൻറ്റിങ് ഉണ്ടായിരുന്നു. റൂഫ് സിൽക്കോൺ കാര്യങ്ങളൊക്കെ ഇട്ട് സ്ട്രോങ് ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഡോറുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ലെയർ പെയിൻ്റ് അടിച്ചാണ് തന്നെ ഒളിഞ്ഞു പോകാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ചെറിയ റെസ്റ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. പ്ലാറ്റ്ഫോം നമ്മൾ ഫുൾ എപ്പോക്സി കാര്യങ്ങളൊക്കെ അടിച്ചു. അപ്പോൾ വണ്ടി കണ്ടിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗാർനറ്റ് കളർ എനിക്കും ഒരു ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കണം. നമ്മൾ പ്രോപ്പർ വാഷിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം. അതേപോലെ തന്നെ കുറേ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കൊണ്ടുനടന്ന ആരും നോക്കണ ഒരു കളർ തന്നെയാണ്. പുകയൊക്കെ വരണുണ്ടല്ലോ. കസ്റ്റമർ വെയിറ്റ് ചെയ്യാണ്. കസ്റ്റമർ വൈറ്റിലയിൽ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. അവിടെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ വണ്ടി ഇപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ സിൽക്കി ഗോൾഡിൻ്റെ സെറ്റിങ് ഇപ്പോൾ ആനന്ദ് ഇവിടെ ഓട്ടം ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആനന്ദ് ഇവിടെ കൊതുക് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു ചന്ദനത്തിരി അങ്ങാണ്ടെന്ന് തോന്നുന്നുണ്ട് കൊണ്ട് കത്തിച്ചാൽ അതിന് പുകയൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ബൂത്തിലൊരു വണ്ടി പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാമല്ലേ. ആനന്ദ് ഇവിടെ ഭയങ്കര പണിയിലാണ് കേട്ടോ. സെറ്റിങ് ഹെഡ്ലൈറ്റാണ് ഇത്. നമുക്ക് അടുത്തത് ഇപ്പോൾ ഈ വണ്ടി പെയിൻറ്റിങ്ങും പിന്നെ ഒരു വണ്ടി കൂടി കഴിഞ്ഞാൽ ഈ ഡിസൈർ നമ്മൾ പെയിൻറ്റ് ചെയ്യും. കുറച്ച് കുട്ടികൾക്ക് ഫൈനൽ ഫിനിഷിങ് ഉണ്ട്. പിന്നെ ചെറിയ സത്യത്തിൽ റെസ്റ്റ് കണ്ടു. ഇവിടെ റെസ്റ്റ് കണ്ടു. നമ്മൾ ഉറച്ച് നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ കാണുന്നുണ്ടെങ്കിൽ അത് കുറച്ച് എപ്പോക്സി അടിച്ചിട്ടിരിക്കുകയാണ്. അതേപോലെ ഇത് ഇവിടെ അത് ബോഡിയുടെ ഉള്ളിലായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ. അപ്പോൾ അത് ഈ വണ്ടി പിന്നെ ഒരു വണ്ടിയും കൂടി കഴിഞ്ഞാൽ ഈ വണ്ടി പെയിൻറ്റിങ്ങിൽ കയറ്റും. അതാണ് ഇങ്ങോട്ട് കയറ്റിയിട്ടാണത്. അതേപോലെ ഇത് അണ്ടർ കോട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഒരു വണ്ടിയുടെ. അടിക്കണത് ലെക്സസ് പേൾ വൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അണ്ടർ കോട്ട് കഴിഞ്ഞ് ഫൈനൽ വർക്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേൾ വൈറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും 2 ദിവസം വണ്ടി എന്തായാലും ബൂത്തിൽ ആവശ്യമാണ്. കാരണം ഫസ്റ്റ് പ്രൈമർ അടിച്ചു, അതിൻ്റെ സ്പോട്ടുകളും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. അതിനുശേഷം പ്രൈമർ നമ്മൾ പുറത്തിട്ട് അടിച്ചത് കേട്ടോ. അതിന് അണ്ടർ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പോട്ടുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഇവർ അണ്ടർ അടിച്ചു. നമ്മൾ കൽ ഡാലാ തന്നെ അന്തർ ഗാഡി. ഇപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഇനിയിപ്പോൾ നാളെ നമ്മൾ പെയിൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നാളെ ഉച്ചയ്ക്ക്. അപ്പോൾ 2 ദിവസം എന്തായാലും നമുക്ക് ബൂത്തിൽ വേണ്ട വരും. പേൾ വൈറ്റൊക്കെ വരും. പേൾ വൈറ്റിന് ലെയർ കൂടുതലാണ് പെയിൻറ്റിൻ്റെ. അറിയാത്തവരോട് പറയാണ്. ഫസ്റ്റ് അണ്ടർ കോട്ട് അടിച്ചു. ഇനി ഇതിൻ്റെ മേലെ കൂടെ പെയിൻറ്റ് വരും. അതിൻ്റെ മേലെ കൂടെ പേൾ വരും. അതിൻ്റെ മേലെ കൂടെ ക്ലിയർ വരും. അപ്പോൾ അത്രയും കോട്ട് വരുന്നുണ്ട് പേൾ വൈറ്റൊക്കെ അടിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈറ്റിലേന്ന് ബ്ലോക്ക് കഴിഞ്ഞ് എന്തായാലും കസ്റ്റമർ എത്തുമ്പോൾ കുറച്ച് ടൈം കാര്യങ്ങളൊക്കെ എടുക്കും. ഇവിടെ ആണെങ്കിൽ നല്ല സൗണ്ട് നിങ്ങൾ കേൾക്കണ്ടാവും. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഭയങ്കര പണിയാണ്. ഞാൻ പുറത്തു പോയി അതും കാണിച്ചത്. ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വണ്ടി. ഇവിടെ ഭയങ്കര റോഡ് പണിയാണ്. രക്ഷയില്ല. അതെങ്കിൽ റോഡിൻ്റെ സെൻറ്ററിലാണ് ഹിറ്റ് വെച്ച് വന്നിട്ട് പണിയാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടാണ് കേട്ടോ. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കുന്നത്. കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കുമ്പോൾ ഫുള്ളുണ്ട്. അത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ. രക്ഷയില്ല. പിന്നെ ഇത് നമുക്കൊരു ബെലിനോ വന്നിട്ടുണ്ട് കേട്ടോ. പഴയ മോഡൽ ബെലിനോ.
അപ്പോൾ ക്ലിയർ ആവില്ല, വൈകുന്നേരമായി. ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം, അടുത്ത വ്ളോഗിൽ ഞാൻ കാണിച്ചു. അപ്പോൾ ആ ബെലിൻ്റെ നമ്മൾക്ക് ഫുള്ള് റീസ്റ്റോറേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല സപ്പോർട്ട് ചെയ്യാം. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.